അല്ല നിനക്കും ആരുല്ലേ? എന്നെ പെറ്റ അമ്മ ഞാൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ ഒരു പഴം തുണിയിൽ പൊതിഞ്ഞ് ഗൂഡ്സ് വണ്ടിയിൽ ഉപേക്ഷിച്ചു. ആ ഗൂഡ്സ് വണ്ടി ഓടി ഓടി ഒരു ചേരിയിൽ പോയി നിന്നു. അവിടെ നല്ലൊരമ്മ എന്നെ എടുത്തു വളർത്തി. എനിക്ക് നല്ലൊരു പേര് കിട്ടു. വിജയനാണോ? ഏയ് അതല്ലാന്ന് വെച്ചിട്ടുണ്ടാവും. മമ്മൂട്ടി നിന്നെ അന്വേഷിച്ച് കാണുമല്ലോ. ഇവൻ പറയുന്നത് വിശ്വസിക്കണ്ട. എടാ, ഈ സിനിമ തമിഴ്നാട്ടിലും കേരളത്തിലും കാണാത്തായിട്ട് ഒരാളും ഇല്ല. ഞാൻ തന്നെ പലതവണ കണ്ടിട്ടുണ്ട്. ഉറങ്ങാൻ നോക്കാൻ അടി വാങ്ങിക്കും. കിടന്നുറങ്ങ. എന്തെങ്കിലും പറഞ്ഞു ഉറക്കാന്ന് വിചാരിക്കുമ്പോ. അല്ല നിനക്കാരുല്ലേ? നേരം വൈകി ഉറക്കം വരുന്നില്ലേ നിനക്ക്? വാ കിടക്ക. ഈ ചേട്ടൻ പറയുന്നത് നീ കേക്കില്ലേ? എന്തായാലും തൊഴിൽ മോഷണമാണല്ലോ. ഇൻസ്പെക്ടർ നമ്മുടെ ആളാ. അയാൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. കാശ് മാത്രം പോരാന്നാ പറയുന്നത്. എത്ര നാളിങ്ങനെ കാറ് മാത്രം മോഷ്ടിച്ച് ജീവിക്കും? നോക്ക്, ഞാൻ പോലീസുകാരനാ. എന്റെ തോക്കും ഡ്രസ് എന്താ? എന്താടാ ഇത്? എടീ വേണ്ട, ഡിപ്പാർട്ട്മെന്റ് തോക്കാ. മര്യാദക്ക് കൊടുത്തേക്ക്. പറഞ്ഞ കേക്കില്ല നീ. കൂടെ പറപ്പിനത്തിന് നിനക്ക് നാണമില്ലേടാ? വേണ്ട. ഹലോ, എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കണ്? എന്താ ഫോണിക്ക് എത്ര നേരം? ആ, കാലത്ത് ഞാൻ വിളിച്ചപ്പോ സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായിരുന്നു. കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയോ? ഈ വോയിസ് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? കുറെ നേരമല്ല സമയം. അങ്ങനെ സീരിയൽ കണ്ടിട്ടൊക്കെ ഇരുന്നോ? ദുബായി തന്നെ ഇരിക്കാൻ പറ്റുമോ? അത് രാവിലെ തന്നെ ഹോങ്കോങ് പോയിട്ട് ചരക്കെടുത്ത് അങ്ങനെ യു ടേൺ അടിച്ച് USA വഴി ഇംഗ്ലണ്ട് പോയിട്ട് വരാനിരിക്കാണ്. എന്ത് ചെയ്യാനാ, ഡെയിലി ട്രാൻസ്ഫർ ചെയ്യല്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. ഒരു നെക്ലസ് ചോദിച്ചിട്ട് എത്ര ദിവസമായി? ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല. എന്റെ പൊന്നു മോളെ, വാങ്ങിത്തരാൻ എനിക്ക് മടിണ്ടായിട്ടല്ല. നമ്മളെ വീടിന് മേലെ വിവേകാനന്ദനും ബുധനൊന്നും അല്ല താമസിക്കുന്നത്. കള്ളത്തെണ്ടി പരീക്ഷകളാണ് അവര്. അതുകൊണ്ടാണ് പറയണത്. മൊത്തം പൈസ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൊത്തമായിട്ട് നിനക്ക് വാങ്ങിച്ചു തരാം. ഇപ്പൊ ഒരു മുത്തം താ എന്റെ പൊന്നു മോളെ. ഇനി ചേട്ടനൊരു ഉമ്മ വരട്ടെ. സുഖമല്ലേ എന്റെ ബ്രോ? എന്റെ അന്തരംഗത്തിൽ ഇപ്പൊ എന്ത് പറയാൻ പറ്റും? ആരാ ബോസ് നിങ്ങൾ? എന്നെ നോക്കി ആരെന്ന് ചോദിക്കാണ് നീ? എന്തോ ഇയാൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വായ തുറക്കുന്നുണ്ട്, ലിപ്പ് ചലിക്കുന്നുണ്ട്, താടി ആടുന്നുണ്ട്. ശബ്ദം മാത്രം പുറത്തു വരുന്നില്ല. എന്താ അയാൾക്ക് പ്രശ്നം? നീ ആളെ കളിയാക്ക? ഗുൽഫി ഐസാ? ഗുൽഫി ഐസ് വേണമെങ്കിൽ താഴെ പോണം ബോസ്. എടാ, പെണ്ണും പിള്ളയോട് ദുബായിലാണ് ജോലി എന്ന് തള്ളിയിട്ട് ഇവിടെ വന്ന് അമ്പലത്തിൽ ബലൂൺ ഇട്ടോണ്ടിരിക്കുകയാണോ നീ? സംസാരിക്കേ. എടാ, ഞാൻ സംസാരിക്കുന്നത് നിന്നെ കേൾക്കുന്നില്ലേ? നല്ല ഉച്ചത്തിൽ സംസാരിക്കേ. എടാ, ഇവ ഒരുപാട് ഊതുകയാണ്. തലയ്ക്കൊന്ന് കൊടുക്കടാ. പാവം, വല്ലാത്തൊരു ശാപം തന്നെ. കാണാൻ ചുരുണ്ടമുടിയൊക്കെ ആയിട്ട് നല്ല സുന്ദരനാ. ചെറിയ വയസ്സിൽ തന്നെ ചികിത്സിക്കേണ്ടതായിരുന്നു. ബസ്, നിങ്ങളുടെ വായിന്ന് രക്തം വരുന്നു. ഹോസ്പിറ്റലിൽ പോണേ. ഞാൻ താഴോട്ട് പോയിട്ട് എന്റെ പണി നോക്കട്ടെ. നീ പോ അളിയാ, പോ. അവന്റെ ഭാര്യ ഒന്ന് വിളിക്ക്. വിളിക്കാതെ ചെല്ല് ചെല്ല്. നമ്പർ 1 2 3 4. പാച്ചു, ഇപ്പൊ പരിചയമുണ്ടല്ലേ എന്റെ പൊന്നു മോമാരെ.